ഹായ് ഗൈസ്. സോ നമ്മൾ ഇതുവരെ എഫും എൽസും ഒക്കെ നമ്മൾ ഗോ ത്രൂ ചെയ്തിരുന്നു, ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചിരുന്നു. ഇനി നമ്മൾ പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്യാം. നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, നമ്മുടെ കാൽക്കുലേറ്റർ ആപ്ലിക്കേഷനിൽ. സോ അവിടെ നമ്മൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ കാൽക്കുലേറ്റർ ആപ്പ് നമ്മൾ എന്താ വെച്ചാൽ റീയൂസ് ചെയ്യണം. അതായത് നമുക്ക് ബേസിക് മോഡ്യൂളിൽ ഉണ്ടാക്കിയ കാൽക്കുലേറ്റർ വേർഷൻ തന്നെയാണ് നമ്മൾ വച്ചേക്കുന്നത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. സോ അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റർ കോഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഡ്, സബ്സ്ട്രാക്ട്, മൾട്ടിപ്പിൾ ഡിവിഷൻ 4 ഫംഗ്ഷൻസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉള്ളത്. സോ ഈ ഫംഗ്ഷൻസിലെല്ലാം ഓൾമോസ്റ്റ് ഒരേ സ്ട്രക്ചറാണെന്ന് പറയാം. എന്ന് വെച്ചാൽ ഓരോ ഫംഗ്ഷനിൽ നമ്മൾ ആദ്യം യൂസർ ഇൻപുട്ട് എടുക്കുന്നു, എന്നിട്ട് ശേഷം നമ്മൾ കറണ്ട് റിസൾട്ടിനെ സെറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നു, പിന്നെ ലോഗ്സ് ഔട്ട്പുട്ടൊക്കെ നമ്മൾ എഴുതി വയ്ക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതിൽ ആകെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആഡിൽ നമ്മൾ പ്ലസ് ഉണ്ടാവും, പിന്നെ ഇവിടെ പ്ലസ് കൊടുക്കുന്നുണ്ട്, ഇവിടെ ആഡ് കൊടുക്കുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ മൈനസ് വയ്ക്കുന്നുണ്ട് സബ്സ്ട്രാക്ഷന്, പിന്നെ മൾട്ടിപ്ലൈന് ഡിവിഷന്, ഇവിടെ ഡിവിഷനും കൊടുക്കുന്നുണ്ട്. സോ ഇതെല്ലാം കോഡ് ഡ്യൂപ്ലിക്കേഷൻ ആണെന്ന് പറയാം. ബാക്കിയുള്ള സ്ട്രക്ചർ എല്ലാം സെയിം ആണ്, ആകെ ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. സോ നമ്മൾ കുറേ പ്രാവശ്യം കോഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഓരോ ഫംഗ്ഷനിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് റീയൂസബിൾ ലോജിക് ആക്കി മാറ്റാം. സോ പുതിയ ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടാക്കുമെന്ന് വെച്ചാൽ ഞാനൊരു കോഡ് റീയൂസബിലിറ്റി കൊണ്ട് പുതിയ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ് ഇപ്പോൾ തൽക്കാലം. ഫംഗ്ഷൻ കാൽക്കുലേറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ, ഇങ്ങനെ ഫംഗ്ഷൻ ഉണ്ടാക്കി. ഇതിൽ ഞാനൊരു പാരാമീറ്റർ എടുക്കുന്നുണ്ട്, അത് കാൽക്കുലേഷൻ ടൈപ്പാണ്. അപ്പോൾ ഞാൻ ഷോർട്ട് ഫോമായിട്ട് കാൽക്ക് ടൈപ്പ് എന്ന് പറഞ്ഞ് എഴുതി. കാൽക്കുലേഷൻ ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്, ഷോർട്ട് ഫോമായിട്ട് കാൽക്ക് ടൈപ്പ് എന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇതൊരു സ്ട്രിങ് വേരിയബിൾ ആണ്. അതായത് ആഡ്, സബ്സ്ട്രാക്ട്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ തുടങ്ങിയ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ തൽക്കാലം എന്ന് വെച്ചാൽ നമ്മൾ എഴുതിയൊരു കോഡ് ഉണ്ട്, ഇതങ്ങനെ തന്നെ കോപ്പി ചെയ്യണം. ആഡിൻ്റെ കേസിൽ ഇതവിടെ തന്നെ ഇട്ടു. എന്നിട്ട് ഞാനിവിടെ കമൻറ്റഡ് കോഡൊക്കെ എടുത്ത് മാറ്റാണ്. എന്നിട്ട് ഞാനിവിടെ ഒരു ഇഫ് എഴുതാണ്. ഇഫ് നമ്മൾ കാൽക്ക് ടൈപ്പ് ഈക്വൽ ടു എന്നിട്ട് ഞാനിവിടെ നമ്മളിവിടെ ആഡ് കൊടുക്കാം. ഓക്കെ, ആഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കറണ്ട് റിസൾട്ട് ആഡ് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, ഞാൻ ഫോർമാറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമുക്കൊരു എൽസും കൂടി എഴുതി വയ്ക്കാം തൽക്കാലം. ഇഫ് എൽസും കൂടി എഴുതാം. എൽസിൽ ഞാൻ സബ്സ്ട്രാക്ഷൻ എന്താ കിടക്കണമെന്ന് വെച്ചാൽ അതെന്നെ കോപ്പി ചെയ്യുന്നു. കോപ്പി പേസ്റ്റ്, ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഇഫ് ചെക്ക് ചെയ്യുന്നത് കാൽക്കുലേഷൻ ടൈപ്പ് നമ്മൾ പാസ് ചെയ്യുന്നത് ആഡ് ആണോ എന്നാണെങ്കിൽ, ആഡ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ ചെക്ക് ചെയ്യും. സോ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഇഫ് കണ്ടീഷൻ ലൈൻ നമ്പർ 33 നമ്മൾ നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റർ ആഡ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണെങ്കിൽ അഡീഷൻ റൺ ചെയ്യും. ഇപ്പോൾ ട്രൂ ആഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഫോൾസ് ആവും, കണ്ടീഷൻ ഫോൾസ് ആവും. സോ അതുകൊണ്ട് എൽസ് റൺ ചെയ്യും. എൽസിൽ എന്താ എഴുതിയെന്ന് വെച്ചാൽ മൈനസ് ആണ് കൊടുത്തിരിക്കുന്നത്, സോ അത് കറസ്പോണ്ടിംഗ്ലി റൺ ചെയ്യും. ഇത് തന്നെയാണ് ഇഫ് എൽസിൻ്റെ ബേസിക് ലോജിക്ക്. സോ കോഡ് സ്ട്രക്ചർ ഓർക്കണം. ഇഫ് കീവേഡ് ഉണ്ട് നമ്മൾ കൊടുത്തു ഇവിടെ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കണ്ടീഷൻ എഴുതി, എന്നിട്ട് നമ്മൾ കേർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ലൈക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചു. സെമിക്കോളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ശേഷം ഒന്നും ഫംഗ്ഷൻ പോലെ തന്നെയാണ്, സെമിക്കോളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ റീഡബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോപ്പർ ഇൻഡിക്കേഷൻ കൊടുക്കണം. ടെക്നിക്കലി ലൈക്ക് ഒരേ ലൈനിൽ നിൽക്കാൻ വേണമെങ്കിൽ എഴുതാൻ പറ്റും. ഇഫ് ബ്രാക്കറ്റ് ഇതെല്ലാം ഒരു ലൈനിൽ എഴുതാൻ പറ്റും. പക്ഷേ നമുക്ക് ബ്രൗസറിന് മനസ്സിലാവും, പക്ഷെ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ലൈക്ക് റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഞാനത് ഫോർമാറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതി വെച്ചെന്ന് മാത്രം. അപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ എഴുതി വെച്ചിരിക്കണം എന്നുള്ളത്. ഓക്കെ, സോ റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് മൾട്ടി ലൈൻ ഇൻഡിറ്റേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കൂടുതലും. ഓക്കെ, സോ ഇപ്പോൾ അഡീഷൻ ആണെങ്കിൽ നമ്മൾ പ്ലസ് യൂസ് ചെയ്യുന്നുണ്ട്, സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ മൈനസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് കാണിക്കാനായിട്ട് നമ്മൾ നമ്മുടെ ലോഗ്സിൽ ഇവിടെ നമ്മൾ ഹാർഡ് കോഡാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ അത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഞാൻ ഈ കാൽക്ക് ടൈപ്പ് ഞാനിവിടെ യൂസ് ചെയ്തിട്ട് റൈറ്റ് ലോഗിൽ ഇത് ഹാർഡ് കോഡിട്ടുള്ള സാധനം ആഡ് എന്നുള്ള മാറ്റി നമ്മൾ കൊടുക്കുന്ന എന്താണോ ആ ടൈപ്പ് ഞാനിവിടെ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇത് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഹാർഡ് കോഡാണ് ഇപ്പോൾ കിടക്കുന്നത്, സോ അത് നമുക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ ലെറ്റ് മാത്ത് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഈ മാത്ത് ഓപ്പറേറ്റർ ഞാനിവിടെ പ്ലസ്സിനാണെങ്കിൽ സ്ട്രിങ്ങിൽ പ്ലസ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ
ഈക്വൽ ടു സ്ട്രിങ്ങിൽ മൈനസ് എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് ഈ മാത്ത് ഓപ്പറേറ്റർ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിന് പകരം ഞാനത് കൊടുത്തിട്ടു. സേവ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ മാത്ത് ഓപ്പറേറ്റർ വേരിയബിളാണ് യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിസ്ക്രിപ്ഷൻ ഡൈനാമിക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്ത് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. സോ ആഡ് സബ്സ്ട്രാക്ട് ഫംഗ്ഷൻ എല്ലാം ഒരേ ഫംഗ്ഷൻ തന്നെ ഉപയോഗിച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഇത് ആഡ് ആൻഡ് സബ്സ്ട്രാക്ട് ഫംഗ്ഷൻസ് റിമൂവ് ചെയ്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഓൾറെഡി എഴുതി വെച്ച ആഡ് സബ്സ്ട്രാക്ഷൻ ഉണ്ട്. സോ കോപ്പി, ഞാനിത് ആദ്യം ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്തിട്ട് എന്നിട്ട് ഞാനിവിടെ ആഡ് പാസ് ചെയ്യാം. കോപ്പി പേസ്റ്റ്, എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ റിമൂവ് ചെയ്യാം. നമുക്ക് ഈ ഫംഗ്ഷൻ മാത്രം വിളിച്ചാൽ മതി. ഓക്കെ, സെയിം കേസിലും ഇവിടെ നമുക്ക് SUB എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആഡിലും സബ്സ്ട്രാക്ഷനിലും നമ്മൾ വെച്ചാൽ ഓൾറെഡി ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഈ കാൽക്കുലേറ്റ് റിസൾട്ട് മെത്തേഡ് കോൾ ചെയ്യുന്നുണ്ട്. ആഡിനാണെങ്കിൽ ആഡ് പാസ് ചെയ്യുന്നുണ്ട്, സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ വെച്ചാൽ സബ് എന്നുള്ള പാസ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ വിളിച്ചാൽ മതി. ബേസിക്കലി ഇങ്ങനെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോഡ് ഡ്യൂപ്ലിക്കേഷൻ അധികം ഇല്ല, നമുക്ക് ക്ലീൻ ആയിട്ടുണ്ട്, നമ്മുടെ കോഡ് കുറച്ച് കൂടി ഷോർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പോൾ നമ്മുടെ കേസിൽ ആഡ് സബ്സ്ട്രാക്ഷൻ മാത്രമേ ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ കൂടിയും ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ന് വെച്ചാൽ എൽസിഫ് കൂടിയും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോ അതിൻ്റെ എക്സാമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിളാണ്. ഇഫ് എഴുതി, ഇത് ട്രൂ അല്ലെങ്കിൽ ഇവിടേക്ക് വരും. എന്നിട്ട് ഞാൻ എഴുതും എൽസിഫ്. ഇത് ഫസ്റ്റത്തെ ട്രൂ അല്ല, അതുകൊണ്ട് എൽസിലേക്ക് വന്നിട്ട് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യും കാൽക്കുലേറ്റ് റിസൾട്ട് ഈക്വൽ ടു സബ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. എന്നിട്ട് ഞാനിവിടെ സബ് എഴുതി. ഇപ്പോൾ സബ്സ്ട്രാക്ഷൻ പാസ് ചെയ്താൽ ഇങ്ങോട്ട് വരും. ഇനി ഞാനിവിടെ നമ്മൾ കൊടുക്കുന്നത് ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ എൽസിഫിലിവിടെ മൾട്ടിപ്ലൈ ആണോ എന്ന് ചെക്ക് ചെയ്യും. നമ്മൾ മൾട്ടിപ്ലൈ ആണെങ്കിൽ എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. ഇത് കോപ്പി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിടും. മാത്ത് ഓപ്പറേറ്റർ നമ്മൾ എന്ത് വെച്ചാൽ അതേപോലെ മൈനസിന് പകരം മൾട്ടിപ്ലിക്കേഷൻ ആക്കും. ഇനി ലാസ്റ്റ് നമുക്ക് എൽസിഫ് ഡിവിഷനും കൂടി ആഡ് ചെയ്താൽ. ഓക്കെ, എൽസിഫ് എന്നിട്ട് കാൽക്ക് ടൈപ്പ് ഈക്വൽ ടു പേര് കറക്റ്റാൻ വേണ്ടി ഞാൻ കോപ്പി ചെയ്യാം. ഇവിടുത്തെ പേര് ഡിവിഷൻ ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്പിളാണ്. ഇത് വരണം. എന്നിട്ട് ഞാൻ മാത്ത് ഓപ്പറേറ്ററിന് ഈക്വൽ ടു ഡിവിഷൻ ആക്കി സേവ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് ഞാനൊരു എൽസും കൂടി കൊടുത്തിട്ടേക്കാം. എൽസ് കൺസോൾ ഡോട്ട് ലോഗ് എന്ന് വെച്ച് ഞാൻ ഇൻവാലിഡ് ഓപ്പറേഷൻ എന്നും കൂടി എഴുതി വയ്ക്കും. ഓക്കെ, നമുക്ക് സേവ് ചെയ്യാം. സോ ഇവിടെ കാണുന്നത് ബേസിക്കലി എൽസിഫ് കൊണ്ടുള്ള നമുക്കൊരു മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ആണ് ചെക്ക് ചെയ്യുന്നത്. ആഡ് ആണെങ്കിൽ പ്ലസ് ചെയ്യും, സബ്സ്ട്രാക്ട് ആണെങ്കിൽ മൈനസ് ചെയ്യും, അതല്ല മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇവിടെ ഇത് വന്നിട്ട് ഇവിടെ വന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, ലാസ്റ്റ് ഡിവിഷൻ ആണെങ്കിൽ ഡിവിഷൻ ചെയ്യും. ആക്ച്വലി എല്ലാം ഒരേ സ്ട്രക്ചർ തന്നെയാണ്. പക്ഷേ ശ്രദ്ധിക്കണം, ലാസ്റ്റ് എൽസ് ബ്ലോക്ക് ഓപ്ഷണലാണ്, അല്ലെങ്കിൽ കണ്ടീഷൻ മാച്ച് ആകാത്തപ്പോൾ കോഡ് സ്കിപ്പ് ചെയ്യും ആക്ച്വലി. സോ എൽസ് ഉണ്ടെങ്കിൽ അത് ഗ്യാരണ്ടീഡ് ആയിട്ട് ഈ കോഡ് ഇവിടെ റൺ ചെയ്യും. ഓക്കെ, കാരണം മുകളിലത്തെ കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ആയിട്ടില്ല, അതുകൊണ്ട് നേരെ ഈ ലാസ്റ്റ് കൺസോളിലേക്ക് അത് റൺ ചെയ്യും. ഇപ്പോൾ നമ്മുടെ ആഡ് സബ്സ്ട്രാക്ട് മൾട്ടിപ്ലിക്കേഷനൊക്കെ ഓൾറെഡി കഴിഞ്ഞു, പക്ഷെ നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടില്ല. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തിരിച്ച് ഫംഗ്ഷൻ കോൾ ചെയ്യാം. നമുക്ക് ഞാനിവിടെ മൾട്ടിപ്ലൈ കൊടുക്കാം. ലാസ്റ്റ് ഡിവൈഡ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ ആഡ് ചെയ്തു. ആഡ് സബ്സ്ട്രാക്ട് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിലൊക്കെ നമ്മൾ ഈ ഫംഗ്ഷൻ വിളിക്കുന്നുണ്ട്. ഓക്കെ, സോ എല്ലാം ഇപ്പോൾ ഒരേ ഫംഗ്ഷനാണ് നമ്മൾ റീയൂസ് ചെയ്യുന്നത്. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ കോഡ് കുറച്ചുകൂടി ഷോർട്ടായി ക്ലീനായി, പിന്നെ ഒരു സെൻട്രലൈസ്ഡ് ലോജിക്കാണ് നമ്മൾ എല്ലാ കാൽക്കുലേഷനും നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഈസിയാണ്, ഔട്ട്പുട്ട് ഡൈനാമിക് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ സേവ് ചെയ്തിട്ട് നമുക്ക് ബ്രൗസറിലൊന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ എഴുതിയ കോഡ് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. സോ ഞാൻ ഇവിടെ 5 + -
പ്ലസ് ഇൻറ്റു ദെൻ ഡിവൈഡ്. സോ എല്ലാം നമ്മൾ ഓപ്പറേഷൻസ് കറക്റ്റ്ലി വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് നെസ്റ്റഡ് ആയിട്ട് എഴുതാനും പറ്റും കേട്ടോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഈ ഇഫിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഇഫ് കൊടുക്കാം. ഇത് സക്സസ് ആണെങ്കിൽ ഈ ഇഫിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ എക്സസ് കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വേണമെങ്കിൽ എഴുതാൻ പറ്റും. സോ അത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിരിക്കും. ഓക്കെ, സോ എൽസിഫ് ആണ് കുറച്ചുകൂടി ബെറ്റർ ആക്ച്വലി. നിങ്ങൾക്ക് എൽസിഫ് ആയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നെസ്റ്റഡ് ഇഫിനേക്കാളും എൽസിഫ് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ. സോ ഇഫ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ റൺ ചെയ്യുന്നു, എൽസിഫ് ആണെങ്കിൽ മറ്റൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഫസ്റ്റത്തെ ഇഫ് ഫെയിൽ ആകുമ്പോൾ കണ്ടീഷൻ ഫെയിൽ ആകുമ്പോൾ രണ്ടാമത്തെ എൽസിഫിലേക്ക് വന്നിട്ട് അവിടുത്തെ ഇഫിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ലാസ്റ്റ് എൽസ് എന്ന് പറഞ്ഞാൽ ഒരു മുകളിലത്തെ ഒന്നും ട്രൂ ആയില്ല എന്നുണ്ടെങ്കിൽ നേരെ ലാസ്റ്റ് എൽസ് ഫോൾ ബാക്ക് ആയിട്ട് ലൈക്ക് കോഡ് റൺ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഡബിൾ ഈക്വൽ ടു ബിൽഡ് ഈക്വൽ ടു ഒക്കെ ഈക്വാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. കണ്ടീഷൻ ചെയിൻ ചെയ്ത് സ്മാർട്ടായി കുറച്ചും കൂടി ലോജിക്കൊക്കെ ബിൽഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലേറ്റർ ഓൺ നമ്മുടെ വീഡിയോസിൽ ഗോ ത്രൂ ചെയ്യുന്നതാണ് കൂടുതലും ഈ കണ്ടീഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ ഇത് ബേസിക് ഐഡിയ ആണ്. ഇഫും എൽസും വെച്ചിട്ട് വർക്ക് ചെയ്യാനുള്ള ബേസിക് ഒരു ഐഡിയ ആണ് ഞാൻ കൊടുത്തിട്ട്. നിങ്ങൾ ഇത് ഈ ടോപ്പിക്ക് ആക്കുക, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക ഈ ടോപ്പിക്കിന്. പിന്നെ ഞാൻ കറസ്പോണ്ടിങ്ങിൽ ഇപ്പോൾ ഒരു ടാസ്ക് കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരാം. സോ നമുക്കൊരു ടാസ്ക് ഉണ്ട്. സോ ഏതൊക്കെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് വേരിയബിൾ യൂസർ കാറ്റഗറി എന്ന് പറഞ്ഞിട്ട്. സോ ആ വേരിയബിളിന് വാല്യൂസ് നമുക്ക് കൊടുക്കണം. ആ ഡൈനാമിക്കിലായിരിക്കണം ആ വാല്യൂസ് കൊടുക്കുന്നത്. സോ എപ്പോഴൊക്കെയാണ് വാല്യൂ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഏജ് 18 താഴെയാണെങ്കിൽ ചൈൽഡെന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ഏജ് 18ൻ്റെ മുകളിലോ 65 താഴെയാണെങ്കിലോ എന്താ വെച്ചാൽ അഡൾട്ടെന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ബാക്കിയുള്ളതൊക്കെ സീനിയർന്ന് സെലക്ട് ചെയ്യണം. സോ അങ്ങനെ നമുക്ക് കോഡ് എഴുതേണ്ടതുണ്ട്. സോ നിങ്ങളിത് ട്രൈ ചെയ്യുക, വീഡിയോ പോസ്റ്റ് ഇട്ട് ട്രൈ ചെയ്യുക. ഞാൻ ലാസ്റ്റ് ആൻസർ പറയുന്നതാണ്. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്തെന്നായിരിക്കുന്നു. ആൻസർ ഭയങ്കര സിമ്പിളാണ്. സോ ഇഫ് നമ്മൾ എഴുതിയിട്ടുണ്ട് ഏജ് ലെസ് ദാൻ 18 ആണെങ്കിൽ ചൈൽഡ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, കാരണം 18 ഇൻക്ലൂഡഡ് ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഏജ് ലെസ് ദാൻ 65 എക്സ്ക്ലൂഡഡ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിൽ. സോ അതുകൊണ്ട് കാറ്റഗറി അഡൾട്ട്, ലാസ്റ്റ് എൽസ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ സീനിയർ എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. ഈ ഇഫ് എൽസ് നിങ്ങൾ എന്തായാലും വർക്കൗട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യുക. സോ വൈൻഡപ്പ് ചെയ്യാണ് ഞാനിവിടെ. താങ്ക്സ് എ ലോട്ട്, ബൈ.